നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധം ജന്തർ മന്ദറിൽ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തുന്ന യുവാക്കൾക്ക് നേർക്കുള്ള പോലീസ് നടപടിയിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് പ്രതിഷേധിക്കുന്നതും പോരാടുന്നതും. അതേസമയം മാർച്ചിൽ സംഘർഷമുണ്ടാകുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ പോലീസിന്റെ പ്രവൃത്തിയിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. തെന്നിന്ത്യയിൽ നിന്നുള്ള ഒട്ടേറെ താരങ്ങൾ ഇതിനോടകം ഡൽഹിയിൽ പോയി സമരത്തിന് നേരിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും മറ്റ് താരങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പിന്തുണ അറിയിക്കുകയും ചെയ്തു. കേന്ദ്ര ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തിയ പല താരങ്ങളും അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിടുന്നുണ്ട്. ഇപ്പോഴിതാ ഈ സംഭവങ്ങളിൽ ശക്തമായ നിലപാടുമായി എത്തിയിരിക്കുകയാണ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നതിനെയും പോലീസ് നടപടികളെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ട് താൻ പൂർണ്ണമായും ഒരു അരാഷ്ട്രീയവാദിയാണെന്ന് മാധവ് പ്രഖ്യാപിച്ചു. രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ മോശമാണെന്ന് മാധവ് കുറിച്ചു. ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ രാജ്യത്തിന്റെ ഭാവിയായ വിദ്യാർത്ഥികൾക്ക് നേരെ അമിത ബലപ്രയോഗം നടത്തുമ്പോൾ പ്രതിപക്ഷം സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാൻ ആളുകളെ ഉപയോഗിക്കുകയാണെന്ന് മാധവ് ആരോപിക്കുന്നു. ഭരണകൂടവും പ്രതിപക്ഷവും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ഒടുവിൽ തോറ്റുപോകുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരാണെന്നും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നതായും മാധവ് സുരേഷ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിൽ കുറിച്ചു. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപ സന്ദേശം അയച്ച വ്യക്തിക്ക് നൽകിയ മറുപടിയുടെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടാണ് മാധവ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇവിടെ സംഭവിക്കുന്നതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണ്. നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയായവർക്ക് നേരെ അമിത ബലപ്രയോഗം നടത്തുന്നു. അധികാരത്തിലുള്ള ഭരണകൂടത്തിന് ആരോഗ്യകരമായ ഒരു മത്സരം നൽകേണ്ടവർ സ്വന്തം കാര്യങ്ങൾ നേരെയാക്കുന്നതിന് പകരം സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാൻ ആളുകളെ കൃത്രിമമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഏതു വഴിയായാലും ഇന്ത്യയിലെ സാധാരണക്കാരായ സ്ത്രീ പുരുഷന്മാരാണ് ഒടുവിൽ തോറ്റുപോകുന്നത്. നമ്മുടെ രാജ്യത്തിന് എല്ലാവിധ ആശംസകളും. ഇതിനെല്ലാം ശാശ്വതവും സമാധാനപരവുമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എങ്കിലും ഇപ്പോൾ അത് വളരെ അസാധ്യമാണെന്ന് തോന്നുന്നു. എപ്പോഴും ഇന്ത്യ മാത്രം ഒന്നാമത്. എപ്പോഴും എന്നിൽ നിന്നൊരു നിഷ്പക്ഷമായ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഒരു സെലിബ്രിറ്റി പ്രതികരണമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളെ നിരാശപ്പെടുത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. കണ്ണു തുറന്ന് ചുറ്റും എന്താണ് നടക്കുന്നത് എന്ന് കാണൂ. ഒരു കൂട്ടർ വിദ്യാർത്ഥികളെ ആക്രമിക്കുമ്പോൾ മറുകൂട്ടർ അവരെ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും ആശങ്കയുണ്ടെങ്കിൽ ഇതിനെ ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റില്ലായിരുന്നു. ഓരോ ഇന്ത്യക്കാരനും ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരു പ്രതിഷേധത്തെ നിർബന്ധിച്ച് പിന്തുണപ്പിക്കുന്ന രീതി വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും മിണ്ടാതിരിക്കാനുള്ള അവകാശത്തിന്റെയും ലംഘനമാണ്. കാരണം ഭീഷണിയിലൂടെയോ നിർബന്ധത്തിലൂടെയോ അഭിപ്രായ ഐക്യം അടിച്ചേൽപ്പിക്കുന്നത് ഫാഷിസത്തിന്റെ വ്യക്തമായ അടയാളമാണ്. പ്രതികരിച്ചാൽ സുഡാപ്പി, പ്രതികരിച്ചില്ലെങ്കിൽ സംഘി. ആവശ്യമില്ലാത്ത പരുക്കൻ സന്ദേശങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ മറുപടി നൽകുന്നതായിരിക്കും BJPയോടുള്ള തങ്ങളുടെ വെറുപ്പ് ഇന്ത്യയോടുള്ള സ്നേഹത്തെക്കാൾ വലുതാണെന്ന് ഒരാൾ എന്നോട് പറയുകയുണ്ടായി. ദയവായി അങ്ങനെ ആകരുത്. പിന്നെ അവസാനമായ ഒരു കാര്യം കൂടി, ഞാൻ അരാഷ്ട്രീയവാദിയാണ്. സ്വന്തം താല്പര്യങ്ങളെക്കാൾ രാജ്യത്തിന് മുൻഗണന നൽകുന്ന അനുയോജ്യമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ രൂപപ്പെടുന്നതുവരെ ഞാൻ അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുമെന്നാണ് മാധവ് സുരേഷ് കുറിച്ചത്. അതേസമയം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധം അറിയിച്ച് മലയാള സിനിമാ രംഗത്തു നിന്നും ആദ്യം രംഗത്തെത്തിയ ഒരാൾ വിസ്മയ മോഹൻലാൽ ആയിരുന്നു. എന്നാൽ അഭിപ്രായ പ്രകടനം നടത്തിയ വിസ്മയയ്ക്ക് കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. പക്ഷേ കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും വിസ്മയയ്ക്കൊപ്പമായിരുന്നു. അഭിപ്രായ പ്രകടനം നടത്തിയതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിടുന്ന താരപുത്രിയെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പും ശ്രദ്ധ നേടുകയാണ്. ഏറ്റവും നിർണായകമായ ഒരു നിമിഷത്തിൽ വിസ്മയ ഉന്നയിച്ച ഒരു ആശങ്ക നടിയെ മോഹൻലാൽ എന്ന നടന്റെ നിഴലിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്നും അച്ഛനായ മോഹൻലാലിന് കൂടുതൽ വില നൽകുകയാണ് താരം ചെയ്തത് എന്നും കുറിപ്പിൽ പറയുന്നു. ഷിബു ഗോപാലകൃഷ്ണൻ എന്ന ഫേസ്ബുക്ക് യൂസറുടേതാണ് കുറിപ്പ്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഇന്നലെ വരെ നിങ്ങൾ എനിക്ക് മോഹൻലാലിന്റെ മകളായിരുന്നു. അതിനും അപ്പുറം ഒരു മേൽവിലാസം നിങ്ങൾക്ക് ഇല്ലായിരുന്നു. മോഹൻലാൽ എന്ന വൻമരത്തിന്റെ തണലിൽ ജീവിച്ചു പോകുന്ന, അതിനും അപ്പുറം ഒരു അസ്തിത്വമുണ്ടോ എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു വിസ്മയ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ ആ മേൽവിലാസങ്ങളെയെല്ലാം അഴിച്ചു മാറ്റിയിരിക്കുന്നു. ഏറ്റവും നിർണായകമായ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഉന്നയിച്ച ഒരു ആശങ്ക നിങ്ങളെ മോഹൻലാൽ എന്ന നടന്റെ നിഴലിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. മറ്റുള്ളവർ പിന്തുണ അറിയിച്ചപ്പോൾ അതിനൊപ്പം
ചേരുക അല്ല നിങ്ങൾ ചെയ്തത്. എല്ലാവരും അറച്ചു നിന്നപ്പോൾ യാതൊരു സന്ദേഹവും ഇല്ലാതെ നിങ്ങൾ നിങ്ങളെ വിളിച്ചു പറഞ്ഞു. ഒരുപക്ഷെ മോഹൻലാൽ പോലും ഇന്നുവരെ ഒഴിഞ്ഞുമാറുക മാത്രം ചെയ്ത ഒരു സന്ദർഭത്തെ നിങ്ങൾ മറ്റൊരു ബോധ്യം കൊണ്ട് അഭിസംബോധന ചെയ്തു. നിങ്ങളുടെ അഭിപ്രായത്തിനും അനുഭാവത്തിനും പിന്നിൽ നിങ്ങൾ അനുഭവിച്ച സ്വാതന്ത്ര്യത്തിന്റെ സ്വാധീനമുണ്ട്. അതാണ് നിങ്ങളെ അങ്ങനെ ഒരു അഭിപ്രായത്തിന് പ്രാപ്തയാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ മോഹൻലാലിന്റെ വില കളയുകയല്ല ചെയ്തത്. അനുഭവം കൊണ്ടും അഭിപ്രായം കൊണ്ടും നിങ്ങളെ നിങ്ങളായിരിക്കാൻ അനുവദിച്ച, അതിനുമേൽ ചങ്ങലയാവാതിരിക്കാൻ ശ്രമിച്ച മോഹൻലാലിന് കൂടുതൽ വില നൽകുകയാണ് ചെയ്തതെന്നും കുറിപ്പിൽ പറയുന്നു. വിസ്മയ ഒരു നിലപാടുള്ള പെൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു എന്നാണ് പോസ്റ്റിന് താഴെ വന്ന കമന്റുകളിൽ ഏറെയും. ചിലർ ഇവിടെയും താരപുത്രിയെ വിമർശിച്ചെത്തിയിരുന്നു. വിസ്മയ ശബ്ദമുയർത്തിയതിന് പിന്നാലെ മലയാള സിനിമയിലെ നിരവധി താരങ്ങൾ പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ച് എത്തുകയും രഞ്ജിനി ഹരിദാസ് അടക്കമുള്ളവർ ഡൽഹിയിൽ പോയി പ്രതിഷേധത്തിൽ പങ്കാളികളാവുകയും ചെയ്തിരുന്നു. വിസ്മയയ്ക്ക് മാത്രമല്ല ടൊവിനോ തോമസ് അടക്കമുള്ളവർക്കും സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. മറ്റൊരു സാമൂഹിക മാധ്യമ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ് പങ്കുവച്ച ചർച്ചകൾക്ക് പകരം ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ അടിച്ചമർത്തുകയാണെങ്കിൽ നമ്മളിൽ ഓരോരുത്തരും ഇതെന്തു തരം ജനാധിപത്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് ചോദിക്കണം. നിങ്ങളോടുള്ള എന്റെ ചോദ്യം ലളിതമാണ്. സ്വന്തം പൗരന്മാരോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് വിസ്മയ പങ്കുവച്ച പോസ്റ്റിൽ ചോദിക്കുന്നത്. ഡൽഹിയിലും രാജ്യത്തുടനീളവും സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളും യുവജനങ്ങളും ഈ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങൾ കൂടിയാണ്. അവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്ന ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവർക്കൊപ്പം അണിചേരേണ്ടത് പൊതുസമൂഹത്തിന്റെ കടമയും. വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു ആസിഫ് അലിയുടെ വാക്കുകൾ. ദുൽഖർ സൽമാൻ അടക്കമുള്ളവരും പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എന്നാൽ സമരത്തിനെ പിന്തുണച്ചതിന് നടൻ ടൊവിനോ തോമസിന്റെ വീടിന് മുന്നിൽ യുവമോർച്ച പ്രതിഷേധം നടന്നിരുന്നു. നടന്റെ ഇരിങ്ങാലക്കുടയിലെ വീടിന് മുന്നിലാണ് പ്രതിഷേധം നടന്നത്. യുവമോർച്ച പ്രവർത്തകർ വായ് മൂടിക്കെട്ടിയാണ് പ്രതിഷേധിച്ചത്. CJP സമരത്തെ അനുകൂലിച്ചുള്ള ടൊവിനോയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് പ്രതിഷേധമുണ്ടായത്. പ്രതിഷേധം കണക്കിലെടുത്ത് നടന്റെ വീടിന് മുന്നിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തരം സമരങ്ങൾ നടന്റെ വീടിന് മുന്നിൽ നടത്തിയതിന്റെ പേരിൽ യുവമോർച്ച പ്രവർത്തകരെ വിമർശിച്ച് പ്രത്യക്ഷപ്പെട്ട കുറിപ്പും ശ്രദ്ധ നേടുകയാണ്. പ്രതിഷേധം സമാധാനപരമായിട്ട് നടത്തുന്നത് എങ്കിൽ അത് നടന്റെ വീടിന്റെ മുന്നിൽ നടത്തിയത് ശരിയായ ഒന്നല്ല എന്ന് കുറിപ്പിൽ പറയുന്നു. ഫേസ്ബുക്ക് യൂസറായ അനു ചന്ദ്രയുടേതാണ് കുറിപ്പ്. ടൊവിനോയുടെ വീട് എന്നത് അയാളുടെ സ്വകാര്യ ഇടമാണ്. അയാളുടെ കുടുംബാംഗങ്ങൾ താമസിക്കുന്ന ഇടമാണ്. അതിനു മുൻപിൽ പോയി നിന്ന് ഇമാതിരി പരിപാടി കാണിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നത് അയാളുടെ കുടുംബാംഗങ്ങൾക്ക് കൂടിയാകുമെന്ന് കുറിപ്പിൽ പറയുന്നു. പിന്നെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: അല്ല, ഇതെന്താണ്? CJP സമരത്തെ പിന്തുണച്ചതിന്റെ പേരിൽ ടൊവിനോ തോമസിന്റെ വീടിനു മുന്നിൽ വായ മൂടിക്കെട്ടി യുവമോർച്ച പ്രതിഷേധം നടക്കുന്നു പോലും. പ്രതിഷേധിക്കാനായി കൊണ്ടുപോയ ഫ്ലെക്സിൽ അവർ എഴുതി വെച്ചതൊക്കെ കണ്ടില്ലേ? കേരളത്തിൽ PSC റാങ്കിലുള്ളവർ മണ്ണ് വാരി തിന്ന് പ്രതിഷേധിച്ചിട്ടും കേരളത്തിലെ നഴ്സുമാർ മാസങ്ങളോളം സമരം ചെയ്തിട്ടും വായ തുറക്കാത്ത രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന നടൻ വീണ്ടും രാഷ്ട്രീയം നോക്കി വായ തുറന്നു തുടങ്ങിയെന്നൊക്കെ. ടൊവിനോയുടെ അഭിപ്രായത്തെ വിമർശിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ ജനങ്ങൾക്ക് ജനാധിപത്യപരമായ അവകാശമുണ്ട് എന്നതൊക്കെ സത്യമാണ്. പക്ഷേ അയാളുടെ വീടിന് മുന്നിൽ പോയി പ്രതിഷേധിക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നമില്ലേ? പ്രതിഷേധം സമാധാനപരമായിരിക്കാം, ചിലപ്പോൾ നിയമപരവുമായിരിക്കാം. എങ്കിലും അയാളുടെ വീടെന്നത് അയാളുടെ സ്വകാര്യ ഇടമാണ്. അയാളുടെ കുടുംബാംഗങ്ങൾ താമസിക്കുന്ന ഇടമാണ്. അതിനു മുൻപിൽ പോയി നിന്ന് ഇമാതിരി പരിപാടി കാണിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നത് അയാളുടെ കുടുംബാംഗങ്ങൾക്ക് കൂടിയാകും. അതുകൊണ്ട് വിമർശിക്കണമെന്നാണ് ഉദ്ദേശമെങ്കിൽ പൊതുവിടവും സ്വകാര്യയിടവും തമ്മിലുള്ള അതിർത്തി കഴിയുന്നത്ര മര്യാദയോടെ കാത്തു സൂക്ഷിക്കുക. എതിർപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ പോലും ജനാധിപത്യ മര്യാദ കാത്തു സൂക്ഷിക്കുക. അതിനുള്ള ബോധമെങ്കിലും കാണിക്കുക എന്നായിരുന്നു കുറിപ്പ്. പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ചും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുമാണ് CJP പ്രതിഷേധം നടത്തുന്നത്. ഇതിനെ അനുകൂലിച്ചും സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും മലയാള സിനിമയിൽ നിന്നും ആദ്യം രംഗത്തെത്തിയ താരങ്ങളിൽ ഒരാൾ ടൊവിനോ തോമസ് കൂടിയായിരുന്നു. പിന്നാലെ ആസിഫ് അലി, വിസ്മയ മോഹൻലാൽ അടക്കമുള്ളവരും എത്തി. വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ചതിന് കടുത്ത സൈബർ ആക്രമണമാണ് ടൊവിനോയ്ക്കും വിസ്മയയ്ക്കും എല്ലാം നേരിടേണ്ടി വന്നത്. ദില്ലിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രക്ഷോഭം തുടരുമ്പോൾ അടുത്ത കാലത്തൊന്നും മറ്റൊരു പ്രതിഷേധ സമരങ്ങൾക്കും കിട്ടാത്ത പിന്തുണയാണ് മലയാള സിനിമാ താരങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ദിവസങ്ങളായി പല പ്രമുഖ താരങ്ങളുടെയും സമൂഹ മാധ്യമ പേജുകൾ നിറയെ ദില്ലി പ്രക്ഷോഭം CJPയുമാണ്. കൊച്ചി മഹാരാജാസ് കോളേജിൽ നിറഞ്ഞ ഐക്യദാർഢ്യ സദസ്സിൽ NS മാധവൻ, ജോജു ജോർജ്, മഹേഷ് നാരായണൻ, ആഷിഖ് കപൂർ തുടങ്ങിയ പ്രമുഖരും പങ്കെടുത്തിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com.
metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.